വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ വീട്ടിൽ നിന്ന് പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയും എത്തും. വിജയന്റെ മരണത്തിന് ശേഷം ആദ്യമായാണ് സതീശൻ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നത്. ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM നടത്തുന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് MV ഗോവിന്ദൻ ജില്ലയിലെത്തുന്നത്. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ് അലി, എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ മരണമുണ്ടായി ഇത്രയും വിവാദമൊക്കെ ഉണ്ടായ ശേഷം ആദ്യമായാണ് ആ വീട്ടിൽ വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കൂടി ഇന്ന് വയനാട്ടിലെത്തുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെ? സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇന്ന് NM വിജയന്റെ വീട്ടിലെത്തുന്നുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുന്നു. VD സതീശന്റെ പരിപാടി രാവിലെ INTUCന്റെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം DCCയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി സ്വാഭാവികമായും അദ്ദേഹം NM വിജയന്റെ വീട് സന്ദർശിക്കും. നേരത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, കുടുംബത്തിന്റെ ചില പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. VD സതീശൻ ഈ കത്ത് NM വിജയന്റെ കത്ത് ഏൽപ്പിച്ചത് ലഭിച്ചിട്ടില്ല എന്ന തരത്തിൽ പറഞ്ഞു എന്നായിരുന്നു ഒരു പ്രതികരണം വന്നിരുന്നത്. അതേസമയം കുടുംബത്തിൻ്റെത് തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ് എന്ന് കുടുംബം തന്നെ പിന്നീട് ഇവിടെ KPCC ഉപസമിതി വന്ന സന്ദർഭത്തിൽ പറയുകയുണ്ടായി. ഏതായാലും ആ ഒരു മഞ്ഞുരുക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ VD സതീശൻ എത്തുന്നത്. അവരുടെ വീട് NM വിജയന്റെ വീട് സന്ദർശിക്കും, മകനെയും മരുമകളുമായി സംസാരിക്കും, കുടുംബാംഗങ്ങളുമായി സംസാരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോ CPMന്റെ പ്രതിഷേധ സദസ്സ് നടക്കുന്നുണ്ട് സുൽത്താൻ ബത്തേരിയിൽ. NM വിജയന്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നും അവർ MLA സ്ഥാനം, അതായത് IC ബാലകൃഷ്ണൻ MLA ആണ് ഇതിലെ ഒരു പ്രതിയായിട്ടുള്ളത്, അതുകൊണ്ട് MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ സദസ്സ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് MV ഗോവിന്ദൻ ഇന്ന് എത്തുന്നത്. അതിനിടയിൽ MV ഗോവിന്ദന്റെ പരിപാടി 10 മണിക്കാണ്. അതിനു മുമ്പായി അദ്ദേഹം വീട് സന്ദർശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഇന്നിപ്പോ NM വിജയന്റെ വീട് സന്ദർശിക്കും. ഈ DCC ട്രഷററായിരിക്കെ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ മരണത്തോടുകൂടി വലിയ തരത്തിലുള്ള വിവാദമാണ് ജില്ലയിലും അതുപോലെ ജില്ലക്ക് പുറത്തും ഇത് കത്തിപ്പടർന്നത്. ഏതായാലും ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവർ ഇപ്പോഴും ജില്ലയിലില്ല. അവർ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആളുകളെ കണ്ടെത്തുക, അപ്പോൾ അവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു താൽക്കാലിക ഉത്തരവ് വാക്കാൽ കോടതി പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു 15-ാം തീയതി. അതായത് മറ്റന്നാൾ വീണ്ടും ഈ കോടതി പരിഗണിക്കുന്നുണ്ട് ഇവരെ മുൻകൂർ ജാമ്യാപേക്ഷ. ആ സന്ദർഭം വരെ ഇവരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ്. എന്തായാലും വിവാദങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കത്തിപ്പടർന്നു നിൽക്കുകയാണ്. അതിനിടയിലാണ് രണ്ട് നേതാക്കളും ഇന്ന് ജില്ലയിൽ എത്തുന്നത്. സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഇന്ന് വയനാട്ടിലേക്ക് NM വിജയന്റെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയാണ് അനീസ് അലി റിപ്പോർട്ട് ചെയ്തത്.